ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീനി വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചത്തേങ്ങ അരച്ച ചെമ്മീൻ കറിയുടെ ഒരു കുഞ്ഞു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല നാടൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, കടൽ ചെമ്മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തല ഞാൻ കളയുന്നില്ല, അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ തലയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ചെമ്മീൻ നന്നാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെമ്മീൻ നന്നാക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഈ തലഭാഗത്തായിട്ട് കുറച്ചൊരു വേസ്റ്റ് ഉണ്ട്, അതൊരു പ്ലാസ്റ്റിക് വേസ്റ്റ് പോലെ അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അത് ഞാൻ എടുത്ത് മാറ്റാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുതുകിൽ ഉള്ള ആ കുടലും അതിൻ്റെ ഒരു നാര് പോലെ ഒരു സാധനമുണ്ട്, അപ്പോൾ അതും കൂടെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ തലയോടുകൂടി എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കാലുകളായിട്ടുള്ള ആ ഒരു ഭാഗം, കഴുത്തിനോട് ചേർന്നിട്ടുള്ള ആ ഭാഗത്തെ ആ നാരുകളൊക്കെ ഞാൻ ഒരല്പം ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ എന്താ പറയുക, താഴെ ഭാഗത്ത് താടിയുടെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ചിറക് പോലത്തെ 2 വസ്തുക്കളുണ്ട്, അതും കൂടെ ഞാനൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കി കഴിഞ്ഞ്. അപ്പം ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും ചെമ്മീൻ വൃത്തിയാക്കുന്നതെന്ന് കരുതുന്നു കേട്ടോ. പിന്നെ ചെമ്മീൻ്റെ തലഭാഗം ഇഷ്ടമില്ലാത്തവർക്ക് അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നുള്ളിക്കളയാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണോ എല്ലാവരും ചെമ്മീൻ കറി വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എനിക്കും അതുപോലെ ചെയ്തു നോക്കാമല്ലോ. ഓരോ നാട്ടിലും വിഭിന്നമായിട്ടുള്ള ടേസ്റ്റുകളല്ലേ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. മറ്റേതെങ്കിലും രീതിയിൽ വെക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു രീതിയും കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയുടെ പകുതി, സവോളയുടെ പകുതി, അതേപോലെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരല്പം, ഒരു സ്പൂൺ മതിയാവും. അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയുമാണ്. അപ്പോൾ ഇതാ നമ്മുടെ മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. പകരം കടുകും ഉപയോഗിക്കാം. ഇവിടെ ഞങ്ങൾക്കൊക്കെ കടുകിനേക്കാളും ഉലുവയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഒന്ന് സിമ്മിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയും ഒന്ന് ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒന്ന് അടച്ച് കുറച്ചൊരു 10 മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോഴേക്കും ആ ഒരു സിമ്മിലിരുന്നിട്ട് ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും. സിമ്മിലല്ലാതെ ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, അപ്പം നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ആദ്യം തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും അതിൻ്റെ കൂടെ തന്നെ പച്ചമാങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമാങ്ങ ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് മസാല വാട്ടുന്ന ആ സമയത്ത് തന്നെ കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. വാളംപുളിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് വാളംപുളി ചേർത്ത് കൊടുക്കരുത്. അവസാനം നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ മാത്രം വാളംപുളി ചേർത്ത് കൊടുക്കാം. ഞങ്ങളൊക്കെ മാങ്ങയോ കുടംപുളിയോ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്, വാളംപുളി ചേർക്കാറില്ല. ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി തീ ഇപ്പോഴും ഞാൻ സിമ്മിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അതൊന്ന് അടച്ചു വെച്ച് അവിടെ നിന്നൊന്ന് ആവി കയറി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അല്പം തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ പച്ച തേങ്ങയിലേക്ക് ഒരു നുള്ള് വലിയ ജീരകവും പിന്നെ അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിനി അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് നമ്മുടെ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയം കൊണ്ട് ചെമ്മീൻ ചൂടൊക്കെ തട്ടി ഒരല്പം വേവ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് മാങ്ങയൊന്നും ഇവിടെ ഉടഞ്ഞു പോകുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വല്ലാണ്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടില്ല. പിന്നെ ചെമ്മീനാണെങ്കിലും വല്ലാണ്ട് വേവിക്കുന്നത് അതിനോട് എനിക്കൊന്നും താല്പര്യമില്ല കേട്ടോ. പിന്നെ ചെമ്മീൻ അധികം വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു മീനും കൂടെയാണല്ലോ. ഇനി നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് അരച്ചൊഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഒരു അല്പം കൂട്ടി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. തേങ്ങയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സ്കിപ്പായി പോയതാണ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ.
അപ്പോൾ ഇത്രയായാലും നമ്മുടെ കറി റെഡി ആയിട്ടോ. ഈ രീതിയിൽ ഇതുവരെ വെച്ച് നോക്കാത്തവരൊന്ന് വെച്ച് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ ചെമ്മീൻ കറിയാണ് ഇത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.